ഇന്ന് കാന്താരി മുളകിന്റെ ഗുണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഒരുപാട് ഔഷധങ്ങളുടെ കലവറയാണ് കാന്താരി. കാന്താരിയുടെ എരിവ് കൂടുന്തോറും ഗുണവും കൂടുമെന്നാണ് പറയാറ്. കാന്താരി മുളക് പലതരത്തിലും പല നിറത്തിലും കാണാറുണ്ട്. ഇതിലെല്ലാം ഗുണങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും മുളകിൽ വെച്ച് ആരോഗ്യത്തിന് ഗുണകരമായത് കാന്താരി മുളക് തന്നെയാണ്. മുളകിന്റെ പുകച്ചിലിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ്. പല ആയുർവേദ മരുന്നുകളുടെയും പ്രധാന ഘടകവും ഈ രാസപദാർത്ഥം തന്നെയാണ്. സന്ധികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന വേദന അകറ്റാൻ കാന്താരി ഉപയോഗിക്കാറുണ്ട്. കാന്താരിയുടെ നീരിന് രക്തക്കുഴലുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ പൊട്ടാസ്യവും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയത് കൊണ്ടാണ് ബിപിക്കും കൊളസ്ട്രോളിനുമൊക്കെ ഗുണകരമാകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഡൈജഷൻ കറക്റ്റാക്കാനാണ്. കാന്താരിയിലെ വൈറ്റമിൻ സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തക്കുഴൽ കട്ടിയാകുന്നത് തടയാനും കാന്താരിക്ക് കഴിയും. നമ്മുടെ ആരോഗ്യത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് കാന്താരി മുളകാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. നല്ല വെയിലത്ത് വളരുന്ന കാന്താരി മുളക് ഗുണവും എരിവും കൂടും. കാന്താരി മുളക് അരച്ച് തളിച്ചാൽ പച്ചക്കറിയിൽ വരുന്ന കീടങ്ങളെ തുരത്താൻ സാധിക്കും. കാന്താരി മുളകിന്റെ തളിരില ചതവുള്ള ഭാഗത്തോ മുറിവുള്ള ഭാഗത്തോ അരച്ചിടുന്നത് പെട്ടെന്ന് ആ ചതവ് മാറാനും മുറിവ് ഉണങ്ങാനും സഹായിക്കുന്നു. കൊളസ്ട്രോൾ ഉള്ളവർക്കും BP ഉള്ളവർക്കും ഉപ്പിലിട്ട കാന്താരിനേക്കാൾ നല്ലത് ഉണക്കി വെക്കുന്ന കാന്താരി മുളകാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കാന്താരി മുളക് നല്ലതാണെങ്കിലും കാന്താരിയുടെ അമിത ഉപയോഗം ഗുണത്തേക്കാൾ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 4-5 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.